രാഘവ്, ഇന്ന് നേരത്തെ വിളിക്കാൻ വരണേ. ശീതൽ, നീ എന്താ ഈ പറയുന്നേ? നിന്റെ ചേട്ടൻ പങ്കജ് എത്ര നാളായി വിളിക്കുന്നു. നീ അവിടെ ചെന്ന ശേഷം കുറച്ചു ദിവസം അവിടെ നിൽക്കണ്ടേ? നിന്റെ ചേട്ടനല്ലേ അത്. പിന്നെന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം മാത്രം മതിയല്ലോ. ആരുടെ ഫീലിങ്സിനും വിലയൊന്നുമില്ല. ഒരു തവണ ഞാൻ പറഞ്ഞില്ലേ, 2-3 ദിവസത്തിനുള്ളിൽ വിളിച്ചോണം. ശരി മോളെ, ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് മകൻ യഷിനെയും ഭാര്യേനെയും ട്രെയിനിൽ വിട്ടു രാഘവ്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ യഷ് ഉറങ്ങി. ശീതളിനെ കണ്ണടഞ്ഞു. അടുത്ത ദിവസമായപ്പോൾ ശീതളുടെ ഫോൺ അടിച്ചു. ശീതൽ, നീ സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പങ്കജ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. ഓ, അത് വേണ്ട വേണ്ട, ഞാനേ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പൊക്കോളാം. ഇത് പറഞ്ഞ് ശീതൾ ഫോൺ കട്ട് ചെയ്യും. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അവളുടെ പഴയ കാര്യങ്ങൾ അവൾ ഓർക്കും. പങ്കജ് മോനെ, ചെല്ല്. ശീതൾ മോള് ട്രെയിനിൽ നിന്നും വരാറായിട്ടുണ്ടാവും. ചെന്ന് വിളിച്ചോണ്ട് വാ. കൊച്ചിന്റെ കൂടത്തിൽ സാധനങ്ങളും ഉണ്ടാവും. പാടാ അവൾക്ക്. അവൾ ഇവിടെ വളർന്ന ആളല്ലേ, അവൾക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ അറിയാം. അവള് സാഗരപുരത്തിലെ ഡോണാണ്, പിന്നെന്തിനാ? ദേ നോക്ക്, ഞാൻ ജീവനോടിരിക്കുമ്പോ ഇങ്ങനെ പറയല്. ഞാൻ മരിച്ചു കഴിയുമ്പോ നീ എന്താന്ന് വച്ചാ ചെയ്തോ മോനെ. ഈ കാര്യം ആലോചിച്ചപ്പോഴത്തേക്ക് ശീതളുടെ മുഖത്ത് ചെറുപുഞ്ചിരി വന്നു. അതിന്റെ കൂട്ടത്തിൽ അവൾക്ക് സങ്കടം വന്നു. ശരിക്കും പറഞ്ഞാൽ അവളുടെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി. അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് അവളെ വീട്ടിലോട്ട് വിളിപ്പിക്കുമായിരുന്നു. ശീതളും ആ വീട്ടിലോട്ട് പോവായിരുന്നു, എന്റെ അമ്മയുടെ വീടല്ലേ എന്ന് പറഞ്ഞിട്ട്. അമ്മ മരിച്ചതിന് ശേഷം ഇപ്പൊ അവൾക്ക് വീട്ടിൽ പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ്. 1 വർഷത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്. അവളുടെ സ്വന്തം വീടാണെങ്കിലും അത്ര അറ്റാച്ച്മെന്റ് ഒന്നും തോന്നുന്നില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോ ഒരു 10 തവണ വിളിക്കുമായിരുന്നു. പക്ഷെ ചേട്ടനും ചേട്ടത്തിയുടെ ഒരു കോള് പോലും വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ സമയത്തെത്തി. അങ്ങനെ അവൾ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയി. ആ ചേച്ചി വന്നോ? വരൂ വരൂ, എത്ര നേരമായി ചേച്ചി കാത്തിരിക്കുന്നു. എന്തുണ്ട് വിശേഷം ചേച്ചി? എൻ്റെ ഈ മരുമകൻ എന്തുണ്ട് വിശേഷം? ദാ ചോക്ലേറ്റ് കഴിച്ചു. താങ്ക് യു അങ്കിളെ. ചേച്ചി, ഈ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചോളൂ. അവിടെ ഞാൻ ബെഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇല്ല ചേട്ടത്തി, ഞാൻ അമ്മയുടെ മുറിയിൽ ഉറങ്ങിക്കോളാം. അയ്യോ, അതിപ്പോ ഞങ്ങള് സ്റ്റോർ റൂം ആക്കിയല്ലോ. എന്താന്നറിയോ, ഈ വീട്ടില് സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങനെ ആക്കിയതാ. ശീതളിന് ഇത് ഒട്ടും ഇഷ്ടായില്ലായിരുന്നു. അവളൊന്നും മിണ്ടാതെ ഗസ്റ്റ് റൂമിൽ തന്നെ സാധനം വെക്കും. വൈകുന്നേരം ആയപ്പോ അവൾ ചേട്ടത്തെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ വരും. ഇവിടെയല്ലേ വെച്ചിരുന്നേ, ഇപ്പൊ എവിടെ പോയി? എന്താ ചേച്ചി, എന്താ തപ്പുന്നേ? അത് പിന്നെ ചേട്ടത്തി, അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരു സ്റ്റീലിന്റെ ഡിന്നർ സെറ്റ് ഉണ്ടായിരുന്നില്ലേ, അതിലാ ഞങ്ങക്ക് ആഹാരം തന്നോണ്ടിരുന്നതേ. ഓ അതോ, അത് ഞാൻ ഇവിടുന്ന് മാറ്റിയല്ലോ. അതെ, അടുക്കളയിൽ ഭയങ്കര തിക്കും തിരക്കും, അതുകൊണ്ട് ഞാൻ വേണ്ടാത്തയൊക്കെ മാറ്റി. വിഷമിക്കണ്ടാട്ടോ, ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും ഒക്കെ വരുത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കഴിക്കാം, അതാവുമ്പോ നമുക്ക് പാത്രം കഴുകണ്ടല്ലോ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റീലിന്റെ പാത്രത്തിൽ തന്നെ ഭക്ഷണം തന്നിരുന്നേനെ. ഇപ്പോഴോ? ചേച്ചി, എന്ത് കാര്യം ആലോചിക്കണേ? ഇരിക്കും, ഞാൻ ആഹാരം വിളമ്പിത്തരാം. എല്ലാരും ഡിന്നർ കഴിക്കായിരുന്നു. ഡിന്നറിന് ചപ്പാത്തി, ദാല്, വഴുതനങ്ങക്കറി ഉണ്ടായിരുന്നു. ഇതാലോചിച്ച് ശീതളിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. കൊള്ളാമല്ലോ, ഇന്ന് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ. മകളോട് വലിയ ആതിഥ്യമര്യാദയാണല്ലോ അമ്മയ്ക്ക്. അതിന് എനിക്ക് ഒരു മോളല്ലേ ഉള്ളൂ. ആർക്കറിയാം ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന്. നീ കഴിക്കും മോളെ. എന്റെ ചെറുമോന് വേണ്ടി ഞാൻ നൂഡിൽസും ബർഗറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്ക്. മുത്തശ്ശി എത്ര നല്ല ആളാ, എന്തൊക്കെ പലഹാരങ്ങളാ ഉണ്ടാക്കുന്നേ. അപ്പോഴേ യശ് അവന്റെ അമ്മോട്, അമ്മേ, എനിക്കിത് ഇഷ്ടമല്ല കഴിക്കാൻ. മുത്തശ്ശിയാണെങ്കിൽ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നു. മിണ്ടാതിരിക്കുക യശ്, ഇങ്ങനെ പറയല്ലേ. എന്താണോ ഉണ്ടാക്കിയത് അത് കഴിക്കണം. ഇനി മിണ്ടാതിരുന്ന് ആഹാരം കഴിക്ക്. ശീതളുടെ അമ്മ വീട്ടിൽ വരുമ്പോ എപ്പോഴും അമ്മയുടെ ഓർമ്മ വരുമായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസത്തെ താമസം കൊണ്ട് അവളുടെ അമ്മ വീട്ടിലുള്ള താമസം കഴിഞ്ഞു. പോകുന്നതിന് മുൻപ് പങ്കജ് അവൾക്ക് ഒരു താക്കോല് കൊടുത്തു. ഇതെന്താ സംഭവം? ചേച്ചി, ഇത് അമ്മയുടെ മുറിയിൽ ഒരു പെട്ടിയുണ്ട്, അതിൻ്റെ ചാവിയാ. അതിലുള്ള ചില വിചിത്രമായ വസ്തുക്കൾ എന്നെക്കാട്ടിലും കൂടുതൽ അവകാശം ചേച്ചിക്കാ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേച്ചിയുടെ തന്നത്. ഇത് പിടിച്ചോളൂ. പക്ഷെ അതെന്താ അങ്ങനെ? അത് ചേച്ചി, അതിൽ നിങ്ങൾക്കാണ് അവകാശം. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ മോൾക്കിത് കൊടുക്കണമെന്ന്. മോൾക്കേ അതിന്റെ വില മനസ്സിലാകുള്ളൂ. അപ്പോ ചേച്ചി തന്നെ നോക്കണമെന്ന് നല്ലത്. വിറച്ചുകൊണ്ട് ശീതള ബോക്സ് തുറക്കും. അതിന്റെ ഏറ്റവും മുകളിൽ ശീതളിന്റെ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തയും പാന്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഇരിക്കട്ടെ ഗായത്രി,
ഞാനിത് പങ്കജിന്റെ ജന്മദിനത്തിലിട്ടോളാം, അത് മതി. ഇതെന്തോന്നാത്? ലോകം ഇങ്ങനെ മുമ്പോട്ട് പോവുക. എല്ലാരും കോട്ട് സൂട്ടും ഒക്കെ ഇട്ടാ നടക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവം നിങ്ങൾ പറയണേ. ലോകം എങ്ങനെ വേണേ മാറിക്കോട്ടെ, പക്ഷെ ഞാനിതേ ഇടത്തുള്ളൂ. പക്ഷെ അച്ഛന് പങ്കജിന്റെ പിറന്നാള് വരെ ജീവനോടെ ഇരിക്കാൻ പറ്റിയില്ല. ഒരു അനിഷ്ടം സംഭവിച്ച് പങ്കജിന്റെ അച്ഛൻ മരിച്ചു. ചിലപ്പോ ആ ദിവസം തൊട്ട് ആ കുർത്ത വിലപ്പെട്ടതായിരുന്നു അമ്മയ്ക്ക്. അതിന്റെ അടിയിൽ നോക്കിയപ്പോ അനിയന്റെ ഡ്രസ്സ് കണ്ടു. ശീതൾ പെട്ടി ഒന്നുകൂടെ നോക്കിയപ്പോ അതിനകത്തൊരു പാവ കിട്ടി. ആ പാവ വെച്ച് ശീതൾ ഒരുപാട് കളിക്കുമായിരുന്നു. അത്രയും ഓർമ്മകളാണ് ആ പെട്ടിക്കകത്തുണ്ടായിരുന്നേ. ഒരമ്മയ്ക്ക് അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ഇതെല്ലാം കണ്ട് ശീതളുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾ ചേട്ടത്തിയോട് പറഞ്ഞു, ചേച്ചി, ഞാനീ പെട്ടി. അതിനെന്താ ചേച്ചി? ഇതിന്റെ വില ചേച്ചിക്കല്ലാണ്ട് വേറെ ആർക്കും മനസ്സിലാവില്ല. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത് കൊണ്ടുവെക്കോ. ചേച്ചി ഇനിയും വരണം. ചേച്ചി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മ വന്ന പോലെ. ചേച്ചിക്ക് എപ്പോൾ വേണേ ഇങ്ങോട്ട് വരാം. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇതെന്റെ വാക്കാ. പങ്കജിന്റെ ഈ സംസാരം കേട്ട് ശീതൾ അവനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെ കണ്ണു നിറഞ്ഞു. അമ്മയുടെ പടം നോക്കി ശീതൾ കണ്ണു നിറഞ്ഞു പറഞ്ഞു, ഞാൻ പോകും അമ്മ. പക്ഷെ അമ്മയില്ലാത്ത ഈ വീട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേന്റെ കൺമുമ്പിലില്ലെന്നേ ഉള്ളൂ. പക്ഷെ അമ്മ വീടെന്ന് പറയുമ്പോൾ അതിൽ അമ്മയുണ്ട്. അമ്മ എന്നും ഈ വീട്ടിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിലും എന്നും കാണും. രാത്രി 9 മണി ആയി കാണും. മോണിക്ക കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ലിപ്സ്റ്റിക് ഇടുകയായിരുന്നു. അവൾ വളരെ നന്നായി ഒരുങ്ങുകയായിരുന്നു. അവളെ കണ്ടാൽ തോന്നുന്നത് അവൾ എങ്ങോട്ടോ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണെന്നാണ്. അവളുടെ ഭർത്താവ് മയങ്ക് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. അവളുടെ മകൻ വിക്രാന്ത് കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ മോണിക്കയ്ക്ക് ഒരു കോള് വന്നു. ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവളുടെ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. മയങ്ക്, കണ്ടില്ലേ, ഞാൻ ഒരുങ്ങുകയാണ്. കുഞ്ഞിനെടുത്ത് മടിയിലിരുത്തിക്കൂടെ? മയങ്ക് കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തിയെങ്കിലും കുഞ്ഞ് കരച്ചിലൊരിക്കലും നിർത്തിയില്ല. മോണിക്ക, അവന് വിശക്കുന്നുണ്ട്, അതാ ഇങ്ങനെ കരയുന്നത്. നീ വേഗം ഇവന് പാല് കൊടുക്ക്. ഇത് നോക്കൂ മയങ്ക്, ഞാൻ മുൻപേ പറഞ്ഞതല്ലേ കുഞ്ഞിന് പാല് കൊടുത്തൊന്നും കരച്ചിൽ നിർത്താൻ പറ്റില്ലെന്ന്. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു നോക്ക്. എന്തു വേറെ ഓപ്ഷനോ? എന്നുവെച്ചാ? എനിക്കെങ്ങനെ അറിയാനാ? ഞാനെന്തായാലും കുഞ്ഞിന് മുലയൂട്ടാൻ പോകുന്നില്ല. ഈ കുഞ്ഞ് ജനിച്ച ദിവസം തൊട്ട് അവൻ എന്നും നിർത്താണ്ട് കരഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ദിവസം മുഴുവൻ അവന് പാല് കൊടുക്കണമെന്നോ? അങ്ങനെ പറഞ്ഞ് അവൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പാർട്ടിക്ക് പോയി. ഇപ്പൊ തന്നെ ഏറെ വൈകിയിരുന്നു. പാവം കുഞ്ഞ് ഒരുപാട് നേരം കരഞ്ഞു. അവസാനം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. മയങ്ക് വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. ഒന്നിനും ഒരു കുറവില്ലാത്ത ആളായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ കുഞ്ഞ് പട്ടിണി കിടന്നാണ് ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ 10 മണിയായപ്പോൾ അപ്പോഴും മോണിക്ക ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവരുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ ഉറക്കച്ചതവോടെ ഫോൺ എടുത്തു. ഹലോ. മറുവശത്തെ ഫോണിൽ സംസാരിക്കുന്നവരോട് അവൾക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഒട്ടും വിവരമില്ലേ? രാവിലെ തന്നെ ഫോൺ ചെയ്ത് എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? നിങ്ങളുടെ ലോൺ വേണ്ട. ഈ ബാങ്കുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? മോണിക്ക വളരെ ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്ത് വേലക്കാരി മീനയെ വിളിച്ചു. മീനാ, മീനാ, നീ എവിടെ പോയി കിടക്കുക? എനിക്ക് തല വേദനിക്കുന്നു. മിസ്സസ് സിംഗാനോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് പ്രൊഡക്ട്സ് ഒന്നും വേണ്ടാന്ന്. എന്നാ അവരത് കേട്ട ഭാവം നടിച്ചില്ല. മോണിക്ക മനസ്സിലത് പൊലമ്പിക്കൊണ്ടിരുന്നു. അതേസമയം അവരുടെ വേലക്കാരി മീന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. മീന, എവിടെ പോയിരുന്നു? വരാനത് ഇത്ര താമസം? കൊച്ചമ്മ, എന്നോട് ക്ഷമിക്കണം. കൊച്ചമ്മ, എന്റെ കുഞ്ഞ് വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ പാല് കൊടുത്തപ്പോ വൈകി. മീന പറയുന്നത് കേട്ട് മോണിക്കയുടെ കണ്ണിലൊരു വെളിച്ചം വന്നു. ശരി, ഓക്കെ, കുഴപ്പമില്ല. ഇതേ നോക്ക്, എനിക്ക് കുറച്ച് നാരങ്ങവെള്ളം എടുത്തിട്ട് വരൂ. നീ പെട്ടെന്ന് എടുത്തിട്ട് വാ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പെട്ടെന്ന് തന്നെ വാ. മീന നാരങ്ങവെള്ളം ഉണ്ടാക്കി മോണിക്കയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. മീന, നീ എന്താ പറഞ്ഞത്? നീ വൈകിയതിന് കാരണം? അത് കൊച്ചമ്മ, ഞാൻ പറഞ്ഞതല്ലേ, വീട്ടിലെന്റെ കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അവന് പാല് കൊടുത്തിട്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. കുഴപ്പമില്ല. കുഞ്ഞിന് വിശന്നാ പാല് കൊടുത്തല്ലേ പറ്റൂ. മീന, നീ എനിക്കൊരു കാര്യം ചെയ്യണം. പറഞ്ഞോളൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമോ? അല്ല കൊച്ചമ്മ, എന്താ ഈ പറയുന്നത്? ഞാൻ ഇവിടുത്തെ കുഞ്ഞിന് പാല് കൊടുക്കാനോ? ആ, അതിന് പകരമായി നിനക്ക് ഒരുപാട് പൈസ തരാം. പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ കാതുകളിൽ പൈസ എന്നൊരു വാക്ക് കേട്ടാൽ അതിനുവേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. മീന കുറച്ചുനേരം ചിന്തിച്ചു. അതിനുശേഷം സമ്മതം മൂളി. തെറ്റായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ലല്ലോ. തന്റെ കുഞ്ഞിന് എങ്ങനെയാണോ പാല് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു കുഞ്ഞിന് കൊടുക്കുന്ന കാര്യവും. എനിക്ക് സമ്മതമാണ് കൊച്ചമ്മ. ഞാൻ ഇവിടുത്തെ കുഞ്ഞിനും പാല് കൊടുത്തോളാം. ശരി, പക്ഷെ ഒന്ന് ഓർമ്മ വെച്ചോളൂ,
എന്റെ കുഞ്ഞ് വിശന്ന് കരയാൻ പാടില്ല. അവൻ വിശന്ന് കരഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ നിനക്ക് ഞാൻ 10 പൈസ പോലും തരില്ല. അതിനുശേഷം മീന മോണിക്കയുടെ കുഞ്ഞിനും പാല് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മോണിക്കയുടെ വലിയ ടെൻഷൻ തീർന്നു. ഈ ജോലിക്ക് മീനയ്ക്ക് ഒരുപാട് പൈസയും കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവളുടെ ജീവിതത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മീന ഇതുവരെ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയ വീട്ടിലായിരുന്നു. എന്നാൽ അവരിപ്പോ താമസിക്കുന്നത് ഒരു നല്ല വീട്ടിലാണ്. ഈ വീട്ടിൽ വന്ന ശേഷം അവരുടെ ജീവിത സാഹചര്യം നന്നായി. എന്നാൽ മീനയുടെ ഭർത്താവ് മീനയുടെ പെട്ടെന്നുള്ള വളർച്ചയിൽ സംശയാലുവായി. നിങ്ങളെന്താ പറയുന്നേ? എപ്പോ നോക്കിയാലും എന്നെ സംശയിച്ചുകൊണ്ട്. എന്റെ കൊച്ചമ്മയ്ക്ക് ഞാൻ ചെയ്യുന്ന ജോലി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു 2 ഇരട്ടി പൈസ തരുന്നത്. കൊച്ചമ്മ എനിക്ക് 2 ഇരട്ടി പൈസ തരുമ്പോ വേണ്ടാന്ന് പറയാൻ ഞാനെന്താ മണ്ടിയാണോ? മീന അവളുടെ ഭർത്താവിനോട് സത്യം മറച്ചുവെച്ചു. എന്നാൽ തന്റെ കൊച്ചമ്മയുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ട് തന്റെ കുഞ്ഞിന് അവൾക്ക് നന്നായി പാല് കൊടുക്കാൻ കഴിഞ്ഞില്ല. ചില ദിവസങ്ങളിൽ ആ കുഞ്ഞിന് പാല് കിട്ടാറേയില്ല. ദിവസം ചെല്ലുന്തോറും ആ കുഞ്ഞ് ക്ഷീണിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുഞ്ഞ് വിശന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ മീനയുടെ ഭർത്താവ് ദീന പറഞ്ഞു, നീ അവിടെ എന്താ ചെയ്യുന്നത് മീന? ദേ കണ്ടില്ലേ, മുന്നേ വിശന്ന് കരയാണ്. അവന് പാല് കൊടുക്ക്. ഞാനിത് കുറേയായി ശ്രദ്ധിക്കുന്നു. നീ നമ്മുടെ മോനെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? വെറുതെ ഓരോന്നും പറയരുത്. ഞാൻ അവന്റെ അമ്മയാണ്. എന്നിട്ടും അവനെ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ പറയുന്നത്? അപ്പോ ദിവസം ചെല്ലുന്തോറും ഇവനെന്താ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്? അതെനിക്കിങ്ങനെ അറിയാം. ഞാൻ അവനെ നന്നായി തന്നെ നോക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ മീന കുഞ്ഞിനെ എടുത്തുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. അയ്യോ കരയിലെ മോനെ, കരയല്ലേ, നീ കരയല്ലേ. ഞാൻ നിനക്ക് പാല് തന്ന നമ്മുടെ കൊച്ചമ്മയുടെ കുഞ്ഞിന് ആര് പാല് കൊടുക്കും? അവന് ശരിയായി പാല് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വീണ്ടും പഴയതുപോലെ തന്നെ ആവും മോനെ. വീണ്ടും നമ്മള് പാവപ്പെട്ടവരായി ജീവിക്കേണ്ടി വരും. എനിക്കിനി അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അതെനിക്ക് വേണ്ട. പാവം മീനയുടെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. കരഞ്ഞു അവസാനം ഉറങ്ങിപ്പോയി. എന്നാൽ അങ്ങനെ ഉറങ്ങിയ കുഞ്ഞ് പിന്നീട് എഴുന്നേറ്റതേയില്ല. പിറ്റേ ദിവസം രാവിലെ, ദേ ചേട്ടാ, ഒന്ന് നോക്കിയേ, നമ്മുടെ കുഞ്ഞിന് എന്താ പറ്റിയതെന്ന്. ഒന്ന് എഴുന്നേറ്റ് എന്താന്ന് നോക്ക് ചേട്ടാ. അവൻ ഉണരുന്നേയില്ല. മീന പറഞ്ഞത് കേട്ട് ദീന വളരെ പരിഭ്രാന്തനായി. അവൻ കുഞ്ഞിനെ എടുത്തു നോക്കി. മുന്ന മുന്ന നിനക്ക് എന്തു പറ്റി മോനെ? മുന്ന കണ്ണു തുറക്ക്, മുന്ന കണ്ണു തുറക്ക്. അയ്യോ നമ്മുടെ കുഞ്ഞിന് എന്തു പറ്റി? അവൻ എന്താ എഴുന്നേൽക്കാത്തത്? അറിയില്ല മീന, നമുക്കൊരു തവണ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചുപോയി. അതിന്റെ കാരണം അവൻ കുറച്ചു ദിവസമായി പട്ടിണിയാ. നിങ്ങൾ അവന് പാലൊന്നും കൊടുക്കാറില്ലേ? ഡോക്ടർ പറയുന്നത് കേട്ട് മീന കരയാൻ തുടങ്ങി. അയ്യോ മുന്ന, എന്റെ മുന്ന, എന്റെ കുഞ്ഞിനെ ഞാനാണല്ലോ കൊന്നത്. നിന്നെ ഞാനാണല്ലോ കൊന്നത്. പൈസയോടുള്ള ആർത്തി കൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നല്ലോ. കുഞ്ഞ് മരിച്ചതിന് ശേഷം മീനയ്ക്ക് ഭ്രാന്ത് വന്നതുപോലെയായിരുന്നു. അവൾ ജോലിക്ക് പോകുന്നത് നിർത്തി തെരുവിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം മോണിക്ക കുഞ്ഞിന് പാല് കൊടുക്കാത്തത് കൊണ്ട് അവൾക്ക് നെഞ്ചുവേദന വരാൻ തുടങ്ങി. അവൾക്ക് പലപ്പോഴും വേദന സഹിക്കാനായില്ല. എന്താ എനിക്കിങ്ങനെ വേദനിക്കുന്നത്? ഇതെന്താ എപ്പോഴും ഇങ്ങനെ വേദനിക്കുന്നത്? ആദ്യമൊന്നും അതിന്റെ കാരണം മോണിക്കയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് അവൾ ഭർത്താവിന്റെ കൂടെ ഫാമിലി ഡോക്ടറെ കണ്ടപ്പോൾ, നോക്കൂ മോണിക്ക, ഇങ്ങനെ സംഭവിക്കാൻ പ്രത്യേകിച്ച് വേറെ കാരണമൊന്നുമില്ല. നീ തന്നെയാ മകൻ ജനിച്ചതിനു ശേഷം ദൈവം എല്ലാ സ്ത്രീകൾക്കും പാല് കൊടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നീ നിന്റെ മോന് പാല് കൊടുത്തില്ലെന്നാണ്. നീ പാല് കൊടുത്തില്ലെങ്കിൽ ആ പാലെവിടെ പോവും? അതാണ് നിന്റെ വേദനയ്ക്ക് കാരണം. നീ ഇപ്പൊ തന്നെ നിന്റെ മോന് പാല് കൊടുക്കാൻ തുടങ്ങ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ പിന്നീട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഡോക്ടർ അങ്ങനെ പറഞ്ഞതിനു ശേഷം മോണിക്ക തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് നടന്നില്ല. ആ കുഞ്ഞ് പാല് കുടിച്ചില്ല. അവളുടെ മടിയിൽ ഇരിക്കാനും കൂട്ടാക്കിയില്ല. കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. മയങ്ക്, കുഞ്ഞിനിത് എന്തുപറ്റി? എന്തുകൊണ്ടാ എന്റെ കുഞ്ഞ് പാല് കുടിക്കാത്തത്? മോണിക്ക കുഞ്ഞിനെ മീനയ്ക്ക് കൊടുത്തിരുന്നതുകൊണ്ട് എല്ലാം മറന്നിരുന്നു. കുഞ്ഞിന് ആവശ്യമുള്ള ഒരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല. കുഞ്ഞിനെ മടിയിൽ ഇരുത്തിയിട്ട് പോലുമില്ല. ആ കുഞ്ഞിനിപ്പോ മീനയെ മാത്രം മതി. എന്നാൽ മീന തെരുവിലൂടെ അലയുകയായിരുന്നു. അതേസമയം മോണിക്കയുടെ കുഞ്ഞ് പാലുകൂടി നിർത്തി. അതുകൊണ്ട് ദിവസം തോറും ആ കുഞ്ഞ് ക്ഷീണിച്ചുകൊണ്ടിരുന്നു. മോണിക്കയ്ക്ക് കുഞ്ഞിനെ കണ്ട് പേടിയായി തുടങ്ങി. ഈ പാപമെല്ലാം ചെയ്തത് ഞാനാണ്. എല്ലാ തെറ്റിനും കാരണം ഞാനാണ്. എന്റെ കുഞ്ഞിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് ഞാനാണ് കാരണം. അവൾക്ക് പിന്നീട് ഭയമായി. ഒരു ദിവസം മോണിക്കയുടെ കുഞ്ഞ് കരഞ്ഞതുമില്ല, ചിരിച്ചതുമില്ല, ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല. ചേട്ടാ, ദേ നോക്ക്, നമ്മുടെ കുഞ്ഞിന് എന്തു പറ്റി? നമ്മുടെ കുഞ്ഞ് ശ്വാസം എടുക്കുന്നില്ല, അനങ്ങുന്നില്ല. അങ്ങനെ പറഞ്ഞവർ ഉടനെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു നോക്കി. എങ്ങനെയെങ്കിലും ഒരു പൈപ്പ് ഉപയോഗിച്ച് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കുഞ്ഞ് അനങ്ങിയില്ല. അപ്പോൾ ഡോക്ടർ കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു. മോണിക്ക് കരയാൻ തുടങ്ങി. അതേസമയം ഒരു നേഴ്സ് അങ്ങോട്ട് ഓടി വന്നു. ഡോക്ടർ, ഐസിയുലൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ കുഞ്ഞ് നന്നായി പാല് കുടിക്കുന്നുണ്ട്.
എല്ലാരും അത് കേട്ട് ഐസിയുലേക്ക് ഓടിച്ചെന്നപ്പോൾ മീന മോണിക്കയുടെ കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് മോണിക്ക കരയാൻ തുടങ്ങി. അപ്പോൾ മോണിക്ക മീനയോട് വന്ന് പറഞ്ഞു, മീന, നീ കുഞ്ഞിനെ വിട്ടിട്ട് എവിടെയാണ് പോയിരുന്നത്? ദേ കണ്ടില്ലേ കുഞ്ഞിന്റെ അവസ്ഥ എങ്ങനെയായെന്ന്. കൊച്ചമ്മ, എന്റെ അത്യാഗ്രഹം കൊണ്ട് എന്റെ കുഞ്ഞു മരിച്ചുപോയി. ഇപ്പൊ കൊച്ചമ്മയുടെ കുഞ്ഞു മരിച്ചുപോയാ എനിക്ക് എന്നോട് ഒരു കാലത്തും ക്ഷമിക്കാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ മീന ഉറക്കെ കരയാൻ തുടങ്ങി. മോണിക്ക അവളെ ചേർത്ത് പിടിച്ചു. Thanks for watching.